യേശുവിലുള്ള വിശ്വാസത്തെ പ്രതി സ്വന്തം ജീവൻ വേണ്ടെന്ന് വെച്ചു തൻ്റെ ശിഷ്യനാകാൻ ക്ഷണിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. ജീവൻ വേണമെങ്കിൽ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുക. അതിന് മറുപടി പെട്ടെന്ന് തന്നെ പറഞ്ഞ ആരാന്നറിയാവോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സന്തോഷത്തോടെയാണോ ഇരിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് 4ാമത്തെ പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? എല്ലാവരും എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? ഉണ്ട്. നമുക്ക് ഒരു ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കണേ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളിന്ന് പഠിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുകയും അതിലുള്ള സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും അവ ഞങ്ങളുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കണമേ. ആമേൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആർക്ക് പറയാൻ പറ്റും? സ്റ്റെനി ആദ്യം തന്നെ കൈവയ്ക്കുമല്ലോ. എന്തൊക്കെയാണ് സ്റ്റെനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? യേശുവും പിതാവും ഒന്നാണെന്ന് പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? 3 തലങ്ങളിലായിട്ടാണ് ദൈവത്തെ യേശു പിതാവായി അവതരിപ്പിക്കുന്നതെന്ന് പഠിച്ചു. അത് ഏതൊക്കെയായിരുന്നു? ആദ്യമായിട്ട് സകലത്തിൻ്റെയും സ്രഷ്ടാവും ആദി കാരണം എന്ന നിലയിൽ പിതാവായ ദൈവം എന്ന് പറയുന്നു. രണ്ടാമതായിട്ട് പിതാപുത്ര ബന്ധം കാണിക്കാൻ എൻ്റെ പിതാവെന്ന് പറയുന്നു. മൂന്നാമതായിട്ട് സകല ജനതകളുടെയും പിതാവെന്ന് കാണിക്കാൻ നിങ്ങളുടെ പിതാവെന്ന് പറയുന്നു. ഓർക്കുന്നുണ്ടോ എല്ലാവരും? എല്ലാവരും ഓർക്കുന്നുണ്ടല്ലേ? നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ കൂടി പഠിച്ചിരുന്നല്ലോ. ഏതായിരുന്നു? യേശു പിതാവുമായുള്ള ബന്ധം നിലനിർത്തിയിരുന്നത് എങ്ങനെയെന്ന്. ഉത്തരം ഓർക്കുന്നുണ്ടോ? എല്ലാവരും ഒന്ന് ടീച്ചറിൻ്റെ ഒപ്പം പറയുമോ? പ്രാർത്ഥനയിലൂടെയാണ് യേശു പിതാവുമായുള്ള ബന്ധം നിലനിർത്തിയിരുന്നത്. വ്യക്തിപരമായും സമൂഹ മധ്യത്തിലായിരുന്നപ്പോഴും യേശു പ്രാർത്ഥിച്ചിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതല്ലേ? അപ്പോൾ എല്ലാവരും അതെല്ലാം ഓർക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പത്രോസിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ചാണ്. എന്താണ്? പത്രോസിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച്. ആരാണ് പത്രോസ് എന്ന് നിങ്ങൾക്കറിയാവോ? അറിയാമല്ലേ? എല്ലാവരും ഉത്തരം പറയുന്നുണ്ട്. അതെ, നമ്മുടെ യേശുവിനെ തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരിൽ ഒരാളാണ് പത്രോസ്. പത്രോസിനെ യേശു തൻ്റെ ശിഷ്യനാകാൻ ക്ഷണിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. അത് നിങ്ങൾക്കറിയാവോ? മീൻ പിടിക്കാൻ അല്ലേ? ശരിയാണ്. ഗലീല കടൽ തീരത്തു കൂടി യേശു നടന്നു വരുമ്പോൾ പത്രോസും പത്രോസിൻ്റെ സഹോദരനും കൂടി മീൻ പിടിക്കുകയായിരുന്നു. യേശു അവരോട് പറയുന്നു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അപ്പോൾ തന്നെ പത്രോസും സഹോദരനും യേശുവിനെ അനുഗമിക്കുകയാണ്. അന്ന് മുതൽ യേശുവിനോടൊപ്പം ആരുമുണ്ട്? പത്രോസും ഉണ്ടല്ലേ? നമ്മൾ ഇന്ന് നമ്മുടെ പാഠഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പത്രോസിൻ്റെ സാക്ഷ്യമാണ്, പത്രോസിൻ്റെ വിശ്വാസത്തെക്കുറിച്ച്. ഒരിക്കൽ യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം കേസരിയ ഫിലിപ്പിലേക്ക് പോവുകയാണ്. കേസരിയ ഫിലിപ്പി എന്ന് പറയുന്നത് ഒരു പുരാതന പട്ടണമാണ് കേട്ടോ. അവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്നറിയാവോ? അവിടെ ജീവനില്ലാത്ത വിഗ്രഹങ്ങളുടെ നാടായിട്ടാണ് കേസരിയ ഫിലിപ്പി അറിയപ്പെടുന്നത്. എന്താണ് ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ? കളിമണ്ണിൽ തീർത്ത വിഗ്രഹങ്ങളല്ലേ? നമുക്കറിയാം, പുരാതന കാലങ്ങളിലൊക്കെ വിഗ്രഹാരാധന ഒരുപാട് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് യേശു അവിടെ കേസരിയ ഫിലിപ്പിലേക്ക് പോകുന്ന വഴി അവിടെ വെച്ച് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ജനങ്ങൾ മനുഷ്യപുത്രൻ ആരെന്നാണ് പറയുന്നത്? എന്താണ് ചോദിച്ചത്? മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അതിന് മറുപടിയായിട്ട് ശിഷ്യന്മാർ പറയുകയാണ്, ചിലർ സ്നാപകയോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമ്യ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. എന്താണ് മറുപടി പറഞ്ഞത്? ചിലർ പറയുവാണ് സ്നാപകയോഹന്നാനാണെന്ന്, ചിലർ ഏലിയ എന്ന് പറയുന്നു, മറ്റു ചിലർ ജെറമ്യ എന്നും അതുപോലെ വേറെ ഏതെങ്കിലും ഒരു പ്രവാചകന്മാരിൽ ഒരുവനെന്നാണ് മറുപടി പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് യേശുവിന് മനസ്സിലായി, ശരിക്കുള്ള മിശിഹാ രഹസ്യം മനസ്സിലാക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ യേശു വീണ്ടും ശിഷ്യന്മാരോട് ചോദിക്കുവാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ ശിഷ്യന്മാരോട് ചോദിക്കുവാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്?
ശിഷ്യന്മാരിൽ നിന്ന് അതിന് മറുപടി പെട്ടെന്ന് തന്നെ പറഞ്ഞ ആരാന്നറിയാവോ? ശിമയോൻ പത്രോസാണ്. ശിമയോൻ പത്രോസ് പറയുന്ന ഇപ്രകാരമാണ്: നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. എന്താണ് പറഞ്ഞത്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പത്രോസ് തൻ്റെ വിശ്വാസമാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. പെട്ടെന്ന് തന്നെ അതിനുള്ള മറുപടി അല്ലെങ്കിൽ മിശിഹാ രഹസ്യം പത്രോസ് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. പത്രോസിൻ്റെ വിശ്വാസമാണ് ഇതിന് അദ്ദേഹത്തെ അനുവദിച്ചത്. അപ്പോൾ തന്നെ യേശു പറയുന്നുണ്ട്, യോനായുടെ പുത്രനായ ശിമിയോനെ, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും. അപ്പോൾ പത്രോസിൻ്റെ വിശ്വാസമാണ്. പാറയെന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര ദൃഢമാണല്ലേ. അപ്പോൾ പത്രോസിൻ്റെ വിശ്വാസവും എങ്ങനെയുള്ളതാണ്? നല്ല ദൃഢമായിട്ടുള്ളതാണല്ലേ. അപ്പോൾ യേശു തൻ്റെ സഭ സ്ഥാപിക്കാനായിട്ട് ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്? പത്രോസിനെ. അപ്പോൾ നമ്മളും എങ്ങനെയായിരിക്കണം? നമ്മുടെ വിശ്വാസം അടിയുറച്ചതായിരിക്കണം, ദൃഢമായിരിക്കണം. പത്രോസിനെ പോലെ നാം യേശുവിൻ്റെ ശിഷ്യന്മാരല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രവർത്തികൾ കൊണ്ടും നമ്മുടെ ജീവിത മാതൃകകൾ കൊണ്ടും മറ്റുള്ളവർക്ക് യേശുവിനെ പ്രദാനം ചെയ്യാൻ പറ്റണം. നമ്മുടെ രക്ഷ ആരിലാണ്? ക്രിസ്തുവിലാണല്ലേ. നമ്മുടെ രക്ഷകൻ മാത്രമാണ് ക്രിസ്തു? അല്ല, ലോകത്തിൻ്റെ രക്ഷകനാണ്. ആ ലോകരക്ഷകനെ മറ്റുള്ളവർക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രവർത്തികളിലൂടെ നമുക്ക് മറ്റുള്ളവർക്ക് രക്ഷകനെ കൊടുക്കാൻ സാധിക്കും. നമ്മുടെ പ്രവൃത്തി നന്മയുള്ള പ്രവൃത്തിയാണെങ്കിൽ നമുക്ക് രക്ഷകനെ മറ്റുള്ളവർക്ക് നമ്മിലൂടെ അവർക്ക് ലഭിക്കും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പാപസാഹചര്യങ്ങളിൽ അകപ്പെടരുത്, ഒപ്പം തന്നെ മറ്റുള്ളവരെ പാപസാഹചര്യങ്ങളിൽ അകപ്പെടാൻ അനുവദിക്കുകയുമായിരുത്. അവരെ പാപസാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തണം. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമല്ലേ? എന്തെങ്കിലും ഒരാൾ ചെയ്യുന്ന തെറ്റാണെന്ന് കണ്ടാൽ അത് തെറ്റാണെന്ന് പറയാൻ നമുക്ക് പറ്റില്ലേ? അതുപോലെ നമുക്കും പാപത്തിൽ അല്ലെങ്കിൽ തെറ്റ് ചെയ്യാണ്ടിരിക്കാൻ നമുക്കും കഴിയില്ലേ? അപ്പോൾ നമ്മളവിടെ ഒരു പ്രവൃത്തി, അതായത് നമ്മൾ ക്രിസ്തുവിനെ മറ്റൊരാൾക്ക് കൊടുക്കുകയാണ് എൻ്റെ ജീവിതത്തിലൂടെ. അപ്പോൾ നമുക്കും പത്രോസിനെ പോലെ വിശ്വാസത്തോടെ ഇരിക്കാം, ഒപ്പം തന്നെ നമ്മുടെ പ്രവൃത്തികൾ വഴി മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കൊടുക്കാം. നമുക്ക് ഒരുപാട് വിശുദ്ധന്മാരുണ്ടല്ലേ. വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വഹിച്ച ഒരുപാട് പേരുണ്ട്. തങ്ങളുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നൽകിയവരുണ്ട്. ടീച്ചർ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് 2 പേരെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ ആൾ വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വഹിച്ചതാണ്. രണ്ടാമത്തെ വ്യക്തിയാവട്ടെ തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പകർന്നതാണ്. വാഴ്ത്തപ്പെട്ട ദൈവസഹായം പിള്ളയും വിശുദ്ധ മാക്സിമില്യൻ കോൾബയും. ആരൊക്കെയാണ്? വാഴ്ത്തപ്പെട്ട ദൈവസഹായം പിള്ള, വിശുദ്ധ മാക്സിമില്യൻ കോൾബെ. നിങ്ങൾക്ക് അറിയാവോ ഇവരെക്കുറിച്ച്? അറിയാമല്ലേ? കുറച്ച് പേർക്കൊക്കെ അറിയാം. അപ്പോൾ എല്ലാവരുടെ അറിവിലേക്കായിട്ട് ടീച്ചർ കുറച്ച് കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാം. കന്യാകുമാരിയിലെ നട്ടാലത്ത് എന്ന സ്ഥലത്താണ് നീലകണ്ഠപിള്ള എന്ന വ്യക്തി ജനിച്ചത്. പിന്നീട് ജ്ഞാനസ്നാനം സ്വീകരിച്ച് ദൈവസഹായം പിള്ളയായി മാറി. അദ്ദേഹം തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ഉന്നത പദവി അലങ്കരിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ മതം മാറ്റം വളരെ വിവാദപരമായി മാറി. അദ്ദേഹത്തെ രാജ്യദ്രോഹ കുറ്റവും അതുപോലെ തന്നെ ചാരവൃത്തി കുറ്റവും ആരോപിച്ച് തടവിലാക്കുകയും ഒരുപാട് കഠിനമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരികയും ചെയ്തു. എന്നിരുന്നാൽ പോലും അദ്ദേഹം എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിലുള്ള വിശ്വാസം കൈവിട്ടില്ല. പിന്നീട് രാജാവ് ഒരു വിളംബരം പ്രഖ്യാപിച്ചു, ജീവൻ വേണമെങ്കിൽ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുക. എന്താണ് പറഞ്ഞത്? ജീവൻ വേണമെങ്കിൽ ക്രിസ്തുവിനെ ഉപേക്ഷിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം, പക്ഷേ ക്രിസ്തുവിനെ അദ്ദേഹം ഉപേക്ഷിക്കണം. അദ്ദേഹം അങ്ങനെ ചെയ്തോ? ഇല്ല. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? തൻ്റെ മരണം സ്വീകരിക്കാൻ തയ്യാറായി. ക്രിസ്തുവിനെ ഉപേക്ഷിക്കാനല്ല, മരണം വരിക്കാൻ തയ്യാറായി. പിന്നീട് അദ്ദേഹത്തിനെ കാറ്റാടി മലയിലേക്ക് കൊണ്ടുപോവുകയും വെടിവെച്ച് കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്തു. ആ സമയം അദ്ദേഹം ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കുറച്ച് സമയം ആവശ്യപ്പെട്ടു. അദ്ദേഹം അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ചിത്രം ഇന്ന് മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറിയിരിക്കുകയാണ്. പിന്നീട് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, അദ്ദേഹം ഒരു വിജാതീയനായിരുന്നു അല്ലേ? ക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞ് ആ ആഴത്തിലുള്ള വിശ്വാസം അദ്ദേഹത്തിൻ്റെ ഉള്ളിലാണ് പതിച്ചത്. സ്വന്തം മരണം അദ്ദേഹത്തിന് യേശുവിനെ പ്രതി വേണ്ടെന്ന് വെക്കായിരുന്നു അല്ലേ? യേശുവിനെ ഉള്ള വിശ്വാസം തള്ളിപ്പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ജീവിക്കാമായിരുന്നു. തള്ളിപ്പറഞ്ഞോ? ഇല്ല. വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു, അതിൽ തന്നെ നിന്നു. അപ്പോൾ അദ്ദേഹം നമുക്ക് വലിയൊരു മാതൃകയാണ്. ഒപ്പം തന്നെ ടീച്ചർ രണ്ടാമത്തെ ആരുടെ കാര്യമാണ് പറഞ്ഞത്? വിശുദ്ധ മാക്സിമില്യൻ കോൾബെ.
അദ്ദേഹം പോളണ്ടിലാണ് ജനിച്ചത്. തൻ്റെ 12ാമത്തെ വയസ്സിൽ കന്യാമാതാവ് അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് 2 കിരീടങ്ങൾ കാണിച്ചു. ഒന്ന് ചുവപ്പും ഒന്ന് വെളുത്തതും. അത് വിശുദ്ധിയെയും രക്തസാക്ഷിത്തെയും സൂചിപ്പിക്കുന്നതായിരുന്നു. അദ്ദേഹം ഇതിലേത് വേണമെന്ന ചോദ്യത്തിന് 2 വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതുപ്രകാരം അദ്ദേഹം വൈദിക പട്ടം നേടുകയും മാതാവിനോടുള്ള സ്നേഹത്തെ പ്രതി മരിയാസേന എന്ന സംഘടന രൂപീകരിക്കുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കുകയും ചെയ്തു. ഒരിക്കൽ അദ്ദേഹം തടവിലാക്കപ്പെടുകയും ആ സമയത്ത് 3 കുറ്റവാളികൾ ആ തടവിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ അതിന് ഫലമായി പ്രതികാരം എന്ന നിലയ്ക്ക് അധികാരികൾ 10 പേരെ വധിക്കാൻ തീരുമാനിച്ചു. എങ്ങനെയാണെന്നറിയാവോ? ഭക്ഷണവും വെള്ളവും ഒന്നും കൊടുക്കാണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനും കൂടി ഉണ്ടായിരുന്നു. അയാൾ ഒരുപാട് ദുഃഖിച്ചു. കാരണം ഒരു വലിയൊരു കുടുംബത്തിൻ്റെ നാഥനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ദുഃഖം കണ്ട് മാക്സിമിലിയൻ കോൾബെ തീരുമാനിക്കുകയാണ് അദ്ദേഹത്തിന് പകരം താൻ മരിച്ചു കൊള്ളാമെന്ന്. അങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടി തൻ്റെ ജീവിതം അദ്ദേഹം സമർപ്പിക്കുകയാണ്. 2 ആഴ്ചയോളം ഭക്ഷണവും വെള്ളമില്ലാണ്ട് കിടന്നിട്ട് പോലും മരിക്കാതിരുന്നതിനാൽ വിഷം കുത്തിവെച്ച് അദ്ദേഹത്തിനെ കൊല്ലുകയാണ്. അദ്ദേഹം മറ്റൊരാൾക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ചു. പിന്നീട് അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. ഒന്ന് ഓർത്തു നോക്കിക്കേ, നമ്മൾ ആദ്യം പഠിച്ച വ്യക്തി യേശുവിലുള്ള വിശ്വാസത്തെ പ്രതി സ്വന്തം ജീവൻ വേണ്ടെന്ന് വെച്ചു. 2ാമത്തെ ആൾ നമ്മൾ പഠിച്ചല്ലേ, നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകണം, നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ പകർന്നു നൽകണമെന്ന്. അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതം മറ്റൊരാൾക്ക് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം മരണം വരിച്ചു. അപ്പോൾ നമുക്കും ഉള്ള ഉത്തരവാദിത്വം എന്താണ്? നമ്മളും വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുക, നമ്മിലൂടെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നമ്മുടെ പ്രവൃത്തിയിലൂടെ കൊടുക്കുക. അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ടിരിക്കില്ലേ? നമ്മളിന്ന് ചെറിയൊരു ഭാഗമാണ് പഠിച്ചത്. എന്താണ് പഠിച്ചത്? പത്രോസിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച്. പത്രോസ് യേശുവിലുള്ള വിശ്വാസമാണ് ഏറ്റുപറഞ്ഞത്. അപ്പോൾ നമ്മുടെ 4ാമത്തെ ചോദ്യം ഇതാണ്. ശിമയോൻ പത്രോസ് യേശുവിനെ ഏറ്റുപറഞ്ഞത് എങ്ങനെയായിരുന്നു? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന്. അതുകൂടി എല്ലാവരും ഒന്ന് മാർക്ക് ചെയ്തേക്കണേ. ഈ ആഴ്ചത്തെ പ്രവർത്തനമായിട്ട് ടീച്ചർ പറഞ്ഞല്ലേ, കുറേ വിശുദ്ധന്മാരുണ്ട് നമുക്കെന്ന്, വിശ്വാസത്തെ പ്രതി മരിച്ചവർ. അപ്പോൾ രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധരെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വിശുദ്ധരെക്കുറിച്ച് എഴുതുക. എന്തുകൊണ്ടാണ് അദ്ദേഹം എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രചോദനമായതെന്ന് കൂടി എഴുതുക. എല്ലാവരും എഴുതൂലേ? അപ്പോൾ ഇന്ന് നമ്മൾ 4ാമത്തെ പാഠത്തിൽ എന്തൊക്കെ പഠിച്ചു? പിതാവായ ദൈവത്തിൻ്റെ സാക്ഷ്യം പഠിച്ചു, യേശുവും പിതാവും ഒന്നാണെന്ന് പഠിച്ചു. പിന്നീട് നമ്മൾ എന്താ പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിലൂടെ? പത്രോസിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് പഠിച്ചല്ലേ. 5 ക്വസ്റ്റ്യൻ ആൻസറാണ് നമുക്കിതിലുണ്ടായിരുന്നത്. 5 നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്തുണ്ടായ സംഭവങ്ങൾ എന്തെല്ലാമെന്ന്, 2ാമതായിട്ട് നാം എപ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവമക്കളായി തീരുന്നതെന്ന്, പിന്നീട് എന്താണ് പഠിച്ചത്? 2ാമത്തെ യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ കരുത്ത് പകരുന്ന അനുഭവം ഏതായിരുന്നു എന്ന്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിക്കുക, നല്ല കുട്ടികളായിട്ട് ടീച്ചർ പറഞ്ഞ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുക, പ്രാർത്ഥനയിലായിരിക്കുക, നിങ്ങളുടെ ജീവിതം വഴി മറ്റുള്ളവർക്ക് നന്മ പകരുക. അപ്പോൾ ഇന്നത്തെ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ക്ലാസ്. അപ്പോൾ നമുക്ക് ഒരു പ്രാർത്ഥനയിലൂടെ നമ്മുടെ ക്ലാസ് നിർത്തിയാലോ? എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെക്കുറിച്ച് അറിയുകയും ആ വിശ്വാസത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും പ്രലോഭനങ്ങളിൽ അകപ്പെടുമ്പോൾ ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.